സ്പോർട്സ് ജേർണലിസ്റ്റ് കമാൽ വരദൂർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. കമാൽ, ഗുഡ് മോർണിംഗ്. കമാൽ, അത്യന്തം ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണ് അർജന്റീനയിൽ നിന്ന് വരുന്നത്. വളരെ ഉത്തരവാദപ്പെട്ട ഒരാളിൻ്റെ വാട്സപ്പ് സന്ദേശമാണ് നമ്മൾ കോട്ട് ചെയ്തുകൊണ്ട് ഈ വാർത്ത പുറത്തുവിടുന്നത്. അതായത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ചീഫ് മാർക്കറ്റിംഗ് ആൻഡ് കൊമേഴ്സ്യൽ ഹെഡ് ലിയാൻഡ്രോ പീറ്റേഴ്സണാണ് ഈ വാട്സപ്പിലൂടെ ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കേരള സർക്കാരാണ് ലംഘിച്ചത് എന്നുകൂടി കൂടുതൽ വാർത്ത വരുന്നത്. ഒരുപക്ഷെ വരുന്ന മണിക്കൂറിൽ ഏറ്റവും വിവാദം ഉണ്ടാക്കാൻ പോകുന്ന വാർത്ത ഇത് തന്നെയായിരിക്കും. മാത്രമല്ല, സ്പോർട്സ് മന്ത്രി ഇതിന് മറുപടിയും പറയേണ്ടി വരും. താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ് ഇക്കാര്യത്തിൽ? ശ്രീകണ്ഠൻ സാർ, അതായത് നമ്മൾ 2024 സെപ്റ്റംബർ തുടക്കത്തിൽ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ മാഡ്രിഡിലേക്ക് പോയതിനു ശേഷം നമ്മൾ പ്രധാനമായിട്ടും അദ്ദേഹത്തോട് ചോദിച്ചിട്ട് ഇതുവരെ ഉത്തരം കിട്ടാത്ത ഒരു കാര്യമാണ്, താങ്കൾ ആരെയാണ് മാഡ്രിഡിൽ കണ്ടത് എന്നുള്ളത്. അതായത് അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന്റെ ഏജന്റുമാർ ധാരാളം രാജ്യങ്ങളിലായിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് അവരുടെ ഫുട്ബോൾ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ഇദ്ദേഹം ഇതുവരെ വ്യക്തമാക്കാത്ത ഒരു കാര്യമാണ് ആരെ കണ്ടു എന്നുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് 24 ബ്രേക്ക് ചെയ്ത ന്യൂസ് പ്രകാരം പീറ്റേഴ്സൺ എന്ന് പറയുന്ന ചീഫ് മാർക്കറ്റിംഗ് ആൻഡ് കൊമേഴ്സ്യൽ ഓഫീസർ, അദ്ദേഹത്തിന്റെ പ്രസ്താവന ഏറ്റവും ഗുരുതരമാണ്. കാരണം മന്ത്രി കഴിഞ്ഞ ദിവസവും പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനാണ് കരാർ ലംഘിച്ചത് എന്നാണ്. കാരണം കാശ് പറഞ്ഞത് പ്രകാരം നമ്മൾ കൊടുക്കുന്നു, ആ കാശ് നൽകിയതിന് ശേഷം, അതായത് കാശ് ലഭിച്ചതായിട്ട് സ്പോൺസറായ ചാനലിന്റെ ഉടമ പറയുകയും ചെയ്യുന്നുണ്ട്. കാശ് ലഭിച്ചതിന് ശേഷവും അതായത് കേരളത്തിലേക്കുള്ള കൺഫർമേഷൻ നൽകിയില്ല, അതുകൊണ്ട് തെറ്റുകാർ അർജന്റീനയാണ് എന്ന് കായിക മന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അപ്പോഴും അദ്ദേഹം പ്രതിക്കൂട്ടിൽ നിർത്തിയത് അർജന്റീനയാണെങ്കിൽ ഇപ്പോൾ വരുന്ന തെളിവ് പ്രകാരം കേരള സർക്കാർ അല്ലെങ്കിൽ കായിക മന്ത്രി ചെയ്തിരിക്കുന്നത് വളരെ ഗുരുതരം. അതായത് ഈ എപ്പിസോഡിൽ, മെസ്സി എപ്പിസോഡിൽ, കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എപ്പിസോഡിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന്റെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് മന്ത്രി പറഞ്ഞത്, അതായത് മെസ്സി വരുന്നില്ല, അദ്ദേഹം അവസാന നിമിഷം അതായത് അർജന്റീന പിന്മാറി, ഞങ്ങൾ നിരപരാധികളാണ് എന്ന് പറഞ്ഞതിന് ശേഷം കഴിഞ്ഞ 2 ദിവസം, ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് കഴിഞ്ഞ ദിവസമാണല്ലോ നമ്മൾ പറഞ്ഞത്. അതായത് ശരിക്കും ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് അദ്ദേഹം പറഞ്ഞത് ചില്ലിക്കാശ് പോലും സർക്കാരിന് ചെലവായിട്ടില്ല, ഖജനാവിന് ചെലവായിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് 13 ലക്ഷത്തിൽ പരം തുക. അത് വലിയൊരു കള്ളമായിരുന്നു. ഇവ രണ്ടാമത്തെ കള്ളവും പൊളിയുമ്പോൾ വളരെ നിർബന്ധമാണ് മന്ത്രി കർക്കശമായിട്ട് മലയാളത്തോട് ഉത്തരം പറയണം. താങ്ക് യു. കമാൽ വരദൂരാണ് സംസാരിച്ചത്. സ്പോർട്സ് ജേർണലിസ്റ്റാണ് അദ്ദേഹം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.